ഞാൻ 1/6/2025 ഞാൻ കുത്തിയതോട് സ്റ്റേഷനിൽ എൻ്റെ ഭാര്യ കൊടുത്ത ഒരു പരാതിയിൽ ഞാൻ അവിടെ കുത്തിയോട് സ്റ്റേഷനിൽ പോലീസ് എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോലീസ് പറഞ്ഞനുസരിച്ചിട്ട് അവിടെ ചെന്ന് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പറഞ്ഞു. വൈഫ് എനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി പോസ്റ്റർ അടിച്ചിട്ട് അങ്കമാലി KSRTC സ്റ്റാൻഡിന്റെ മുമ്പിൽ അവർക്കെതിരെ നിന്നു. അവർ KSRTC കണ്ടക്ടറാണ്, അവർക്കെതിരെ നിന്നു എന്നുള്ള പരാതിയിലാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ അവര് എൻ്റെ ഭാഗം കേട്ടതോടുകൂടി എൻ്റെ ഭാഗം ശരിവെക്കുകയും അവർ എന്നെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ജാക്സൺ കുഴപ്പമില്ല, ജാക്സൺ പൊയ്ക്കോ എന്ന് പറഞ്ഞു. കാരണം അവരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറ്റം സമ്മതിച്ച് അവർക്ക് തെറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടയച്ചത്. വിട്ടയച്ചത് കഴിഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 20 മീറ്റർ വ്യത്യാസമുള്ളൂ. പുത്തിയോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 20 മീറ്റർ ഞാൻ നടന്ന് ഹൈവേയിലേക്ക് പോകുന്ന ആ വഴിക്ക് ഗുണ്ടകളുമായിട്ടൊരു മാരുതി ഓംനി മാരുതിയുടെ വണ്ടിയാണ്. അപ്പോൾ അതിൽ ഗുണ്ടകളുമായിട്ട് എൻ്റെ മക്കള് അവിടെ കാത്തിരിക്കണ്ടായിരുന്നു. എനിക്കിത് അറിയാൻ പാടില്ലായിരുന്നു. ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് എന്നെ പെട്ടെന്ന് ആക്രമിച്ച് ഈ മാരുതിയുടെ ഈ ഓമ്നിയിലേക്ക് വളരെ ശക്തമായിട്ട് എന്നെ തള്ളിയിടിയായിരുന്നു. അപ്പോൾ അതിൽ മൽപ്പിടുത്തം ഉണ്ടായി. എനിക്കറിയില്ല, ഞാനും ഗുണ്ടകളാണെന്ന് വിചാരിച്ച് ഞാനും അതിലേക്ക് കയറാതിരിക്കാനായിട്ട് ശ്രമിച്ചു വണ്ടിയിൽ. അപ്പോൾ ഇവരിൽ പിന്നെ ബലമായിട്ട് എന്നെ 3 പേരും കൂടി വളരെ ശക്തമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടുകയും മക്കള് സൈഡിൽ നിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ആദ്യം പിടിച്ചിരുന്നില്ല, ഗുണ്ടകളാണ് ആദ്യം പിടിച്ചത്. അപ്പോൾ അതിനുശേഷം ഇവരും എന്നെ തല്ലിക്കൂട്ടി എന്നെ അതിൻ്റെ അകത്തിട്ട് എന്നെ ചവിട്ടിക്കൂട്ടി എൻ്റെ നെഞ്ചത്ത് ഇട്ടടക്കം ചവിട്ടിയാണ് എന്നെ അതിൻ്റെ അകത്തിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വണ്ടി പോകുന്നത് ഏകദേശം തുറവൂർ സൈഡിൽ നിന്ന് നേരെ കിഴക്കോട്ടാണ് പോകുന്നത്. തുറവൂരിൽ നിന്ന് നേരെ കോട്ടയം റൂട്ടിലേക്കാണ് വണ്ടി പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ അവിടെ ആ പരിസരവാസിയാണ്, ഞാൻ പള്ളിത്തോടുകാരനായിരുന്നു, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിലവിൽ കോട്ടയത്തൊരു ഹോസ്പിറ്റൽ, മേരിമാത എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ് ഈ വണ്ടി ഒന്ന് നിൽക്കണത്. നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗുണ്ടകളെ അവിടെ വെച്ച് കാണുന്നില്ല. പിന്നെ മോനാണ് എൻ്റെ കൂട്ടത്തിൽ അവിടെ ഹോസ്പിറ്റലിൽ അവിടെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടത്. പിന്നെ എന്നെ ഒരു സെല്ലിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറ്റിയാണ്. ഈ സെല്ലിലേക്ക് കയറ്റിയതും വേറെ ഒരു 3 ഗുണ്ടകൾ ഹോസ്പിറ്റലിൻ്റെ അകത്തുനിന്ന് ഇതേപോലത്തെ തന്നെ ഗുണ്ടായുസമായിട്ടുള്ള ആൾക്കാർ വന്ന് എൻ്റെ പെടലേക്ക് പിടിച്ച് തള്ളുകയും എൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് ഭയങ്കര ബലപ്രയോഗത്തിലൂടെ എന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ കട്ടിലേക്ക് കിടത്തുകയും അവിടെ വെച്ച് എന്നെ അതിമാരകമായി എന്നെ ചവിട്ടുകയും എന്നെ വളരെ ശക്തമായി എന്നെ ഇടിക്കുകയും എൻ്റെ പെടലിക്ക് കുത്തിപ്പിടിച്ച് എന്നെ ശ്വാസം മുട്ടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു ഇവര്. അതുകൂടാതെ എൻ്റെ കൈയും കാലമൊക്കെ ഇവിടെ ബന്ധസ്ഥനാക്കി. 4 കൈ രണ്ടും 2 ഷാൾ കൊണ്ട് കെട്ടി, കാല് രണ്ടും 2 ഷാൾ കൊണ്ട് കെട്ടി. അങ്ങനെ പിന്നെ നെഞ്ചത്തിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകി കെട്ടി. എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. എന്നെ കൊന്നുകളയുമോ എന്നുള്ളൊരു ഭയത്തിൽ ഞാൻ അവിടെ കിടന്ന് കാറി. അപ്പോൾ അവിടുത്തെ കുറച്ച് സെല്ലിലുള്ള രോഗികളൊക്കെ ഉണ്ടായിരുന്നു, വേറെ രോഗങ്ങളായിട്ട്. അതൊരു മാനസിക ആശുപത്രിയാണത്. അപ്പോൾ അവിടുത്തെ മാനസിക രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഓടി എൻ്റെ റൂമിലേക്ക് വരികയും അവരെല്ലാം ഇത് കണ്ട് ആകെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് ഒരു നേഴ്സ് അടക്കം ഉണ്ടായിരുന്നു. അവരടക്കം കൈയും കെട്ടി നോക്കിയെന്ന് അവർ ആസ്വദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതെന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഇതെന്താണ് ഗുണ്ടായുസത്തിലൂടെ എന്നെ ഇവരിങ്ങനെ കൊണ്ടുവന്നത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നമ്മൾ ചേർത്തല KVM ഹോസ്പിറ്റലിൽ പനിയായിട്ട് അവിടെ അഡ്മിറ്റ് ആയ ഒരു വ്യക്തിയായിരുന്നു ഒരു 2 വർഷം മുമ്പ്. അവര് ചേർത്തല KVM മനു എന്ന് പറഞ്ഞ ഫിസീഷ്യൻ എനിക്ക് മാനസിക രോഗത്തിന്റെ മരുന്ന് തന്ന് എന്നെ തളർത്തിക്കളഞ്ഞ ബോണി മാത്യു മാനസിക രോഗ വിദഗ്ധനാണ്. പക്ഷെ ഇവര് ഡിസ്ചാർജ് സമ്മറിയിലൊന്നും ഇതൊന്നും കാണിച്ചിട്ടില്ല. പനി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ എനിക്ക് 3 ഐറ്റം മാനസിക രോഗത്തിന്റെ മരുന്ന് തന്ന് എന്നെ തളർത്തിക്കളഞ്ഞാണ്. ഈ മരുന്ന് ഇപ്പൊ നിലവിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒരു ലാബ് അവിടെ തങ്കിക്കവലയിൽ ഒരു ലാബൊക്കെ ഇട്ടിട്ട് അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫ്രോഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മനു എന്ന് പറഞ്ഞ ഡോക്ടർ. അപ്പോൾ അതിനുശേഷം ഞാൻ എറണാകുളം വെൽകെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും പനി കുറയാണ്ടായപ്പോൾ ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ചാണ് അത് കണ്ടുപിടിക്കുന്നത്. താങ്കൾക്ക് തന്നിരിക്കുന്ന മരുന്ന് പനിയുടെ അല്ല, മാനസിക രോഗത്തിന്റെ മരുന്നാണ് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഈ മനു എന്ന് പറഞ്ഞ ഈ KVM ആശുപത്രിയിലെ ഡോക്ടറെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടർ പറയുന്നത് എനിക്ക് തെറ്റുപറ്റിയെന്നും ഞാൻ രോഗിയായി എൻ്റെ കാല് പിടിക്കാന്ന് പറഞ്ഞ റെക്കോർഡ് വരെ ഉണ്ട്. അപ്പൊ ഇത് നമ്മള് കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ആരോഗ്യമന്ത്രിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട DHSനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ DHSന്റെ അവിടെയൊക്കെ നമ്മൾ ചെന്നിട്ട് നിൽക്കുമ്പോൾ ഇവര് നമ്മളുടെ കയ്യിലുള്ള രേഖകൾ, അതായത് തെളിവുകളൊന്നും വാങ്ങിക്കാൻ തയ്യാറല്ല.
അങ്ങനെയാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അവരെയൊക്കെ സ്വാധീനിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണത്. അപ്പോൾ ഡോക്ടർ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അവർ അടച്ചുപൂട്ടി ഈ നമ്മളെ കുറ്റക്കാരനാക്കി നിൽക്കുകയാണ് ഇപ്പോൾ ആരോഗ്യ മേഖല ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ 100% എൻ്റെ ഭാര്യയാണ്. ഭാര്യയായിട്ട് ഡിവോഴ്സ് കേസ് അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്യണത്. പക്ഷേ നമ്മളിപ്പോൾ എൻ്റെ കേസുമായിട്ട് സംബന്ധിച്ച് ആലപ്പുഴ എസ് പിക്ക് ചാർജ് ഉണ്ടായിരുന്നു. തെരേസ ജോണാണ് ഇത് അന്വേഷിച്ചത് ആ സമയത്ത്. അതിനുശേഷം തെരേസ ജോണിന്റെ കീഴിൽ ഒരു സജിമോൾ സാറ് DYSP ഉണ്ടായിരുന്നു. അപ്പോൾ DYSP എന്നെ ഒരു ദിവസം പേഴ്സണലായിട്ട് വിളിക്കുകയും എൻ്റെ ഫോണിലടക്കം റെക്കോർഡ് ഉണ്ടായില്ലേ, ഫോണിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറയണത്, എനിക്ക് ഭയങ്കര സമ്മർദ്ദമാണ് ജാക്സൺ, എനിക്കൊന്നും ചെയ്യാനൊക്കെ ഉള്ള കാരണം പിന്നെ ഈ ഡോക്ടറുടെ സംഘടന IMAയുടെ പ്രസിഡന്റ് അടക്കം വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. അപ്പൊ IMAയുടെ പ്രസിഡന്റ് അടക്കം ഡോക്ടറിനെ അത് അന്വേഷിച്ചപ്പോൾ വീണ്ടും പുനരന്വേഷണം നടത്തിയ DYSP സജിമോൾ സാറിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള റെക്കോർഡ് അടക്കം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അടക്കം സംഭവം നടന്നേക്കണത്. അപ്പോൾ ഈ ഡോക്ടറെ രക്ഷിക്കാനാണ് എല്ലാ ഭാഗത്തും സംഭവം നടക്കുന്നത്. ഇതെല്ലാം കടിഞ്ഞാൺ വഹിക്കുന്നതെല്ലാം എൻ്റെ ഭാര്യയാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. നമ്മൾ അപായപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഒരു 3ാമത്തെ അപായപ്പെടുത്തലാണ് ഇപ്പം നടന്നേക്കണത്. ഏറ്റവും ആദ്യം നമുക്ക് മാനസിക രോഗത്തിന്റെ മരുന്ന് വന്ന് അതിനു മുമ്പായിട്ട് കാമുകനെ വീട്ടിൽ കയറ്റി കിടത്തി. എൻ്റെ വീട്ടിലാണ് കാമുകൻ താമസിച്ചിരുന്നത് കുറേ കാലം. അത് കഴിഞ്ഞ് ആണ് നമുക്ക് KVM ഹോസ്പിറ്റലിലെ പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ അത് വീണ്ടും പ്രശ്നമായിട്ടിരിക്കും. നമുക്ക് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ മക്കളടക്കം ഇപ്പൊ എൻ്റെ എതിരാണ്. എൻ്റെ മക്കളും ഗുണ്ടകളും കൂടിയാണ് എന്നെ ഇതുമാതിരി ഞാൻ തല്ലിച്ചതച്ചേക്കണം. എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ? ഞാനൊരു സാധാരണക്കാരനല്ലേ? ഞാൻ നിയമപരമായിട്ട് ആദ്യമേ നമ്മൾ കോടതി മുഖാന്തരം കേസ് കൊടുത്തിരുന്നു. നമ്മുടെ ആദ്യത്തെ വക്കീൽ പറഞ്ഞ ഇത്രയും എവിഡൻസ് ഉള്ള ഒരു കേസ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ ചേർത്തല സക്കറിയ വക്കീലാണ് ആദ്യം എൻ്റെ കേസ് ആദ്യം കൈകാര്യം ചെയ്തത്. പുള്ളി ലാസ്റ്റ് വൈഫ് എന്ന് പുള്ളിയുടെ കൈയും കാലും പിടിച്ച് കരഞ്ഞപ്പോഴേക്കും പുള്ളി എനിക്ക് എതിരായി അത് കേസ് നീട്ടാനായിട്ട് നടത്തി. 6 മാസം കൊണ്ട് തീർത്ത് തരാവുന്ന കേസ് 2 വർഷമായിട്ടും പുള്ളി അതിനകത്ത കണ്ടീഷനായി. അങ്ങനെ ഞാൻ പുള്ളിനെ മാറ്റി അടുത്ത വക്കീലിനെ വെച്ചു. അടുത്ത വക്കീലിന്റെ വിഷയം ഉണ്ടായപ്പോഴാണ് KVM ഹോസ്പിറ്റലിലെ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ആ വക്കീല് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് സമ്മറി അടക്കം കോടതിയിൽ ഹാജരാക്കാതെ കേസ് തള്ളിക്കാനുള്ള കാര്യങ്ങളെല്ലാം നീക്കി. അങ്ങനെ ആ വക്കീലിനെ മാറ്റി. അതൊരു അജിത് കുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരാണ്. പുള്ളിക്ക് 10 രൂപ കിട്ടണമെന്ന് വിചാരിച്ചാണ് നമ്മുടെ നാട്ടുകാരനായ വക്കീലിനെ വെച്ചത്. വക്കീലും നമ്മളെ ചതിക്കായിരുന്നു. അത് കഴിഞ്ഞാണ് ഒരു അജിത് കുമാർ P രാജേഷ് എന്ന് പറഞ്ഞ വക്കീൽ, ചേർത്തലുള്ള വക്കീലിനെ വെക്കണത്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയിൽ കൊടുക്കാനുള്ള ഈ കാമുകികമാർ റെക്കോർഡുണ്ട്. ശരിക്കും ഫുൾ സെക്സ് ആണ് അതെല്ലാം. ഇതെല്ലാം എൻ്റെ ഒരു 4000 രൂപ മേടിക്കുകയും അത് പകർത്തി കോടതി കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പകർത്തി കൊടുത്തതാണ്. അത് കൊടുക്കണമെങ്കിൽ 4000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കൊടുക്കുകയും ചെയ്തു പുള്ളിക്ക് ഫീസായിട്ട്. എന്നിട്ടും പുള്ളി അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളിയുടെ മൊബൈലിൽ പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ ഇട്ട് അതെല്ലാം ഡിലീറ്റ് ആക്കി ആണ് കോടതിയിൽ സമർപ്പിച്ചത്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ചതിക്കണ ഒരു രീതിയിലാണ് നമുക്ക് നിയമസംഹിതകൾ നമ്മൾ ചെന്ന അതായത് നിയമം മേടിച്ചു തരേണ്ട, സത്യമായ കാര്യങ്ങൾ വാങ്ങിച്ചു തരേണ്ട ആൾക്കാർ നമുക്കെതിരായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് നമുക്ക് നീതി കിട്ടാത്ത ഒരു കണ്ടീഷനാണ്. വക്കീൽമാരെല്ലാവരും നമുക്കെതിരായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ടാണ് നമ്മുടെ കേസ് മുന്നോട്ട് പോകാത്തതും വൈഫ് നിരന്തരമായിട്ട് നമ്മളെ ഒഴിഞ്ഞു പോകാത്ത കണ്ടീഷനാണ്. നമ്മളെ വേണമെന്ന് പറയും. കഴിഞ്ഞ ദിവസം ജഡ്ജി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ആരുടെ കേസാണ്, എന്ത് കേസാണെന്ന് ചോദിച്ചു. അപ്പോൾ വൈഫിന്റെ വക്കീൽ പറയണം, ഞങ്ങൾക്ക് അയാളെ വേണം, അയാളെ മാനസിക രോഗത്തിന്റെ മരുന്ന് കൊടുത്ത് അയാളെ ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് ചെയ്ത് റെഡിയാക്കണം എന്ന് പറയണം. ഇത് എന്ത് ന്യായമാണിത്? നമുക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം കിട്ടേണ്ടത്. ഒരു വൈഫ് നമ്മളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റി കാമം തീർത്ത എല്ലാ റെക്കോർഡും എൻ്റെ കയ്യിലുള്ളതാണ്. എന്നിട്ട് നമുക്കൊരു ഡിവോഴ്സ് കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിൽ ഈ ഒരു സംഭവത്തിൽ എനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നീതി വേണ്ടേ? സമൂഹത്തിൽ നീതി കിട്ടണ്ടേ? നമുക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. കോടതി അഭിഭാഷകരുമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മൾ മൊത്തമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്. ഞാനിത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്തല ഈ വക്കീലുകാരൻ ഞാൻ എറണാകുളത്ത് നിന്ന് വക്കീൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുള്ളിനോട് ഞാൻ ഈ സംഭവം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വക്കീൽമാർ നമ്മളെ ചതിച്ചേക്കണാണ്, ഇതെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളിനെ കൊണ്ടുവന്നത്. പുള്ളി അടക്കം വന്നിട്ട് ഡിസ്ചാർജ് സമ്മതി കോടതിയിൽ വെക്കാതെ ആ കേസ് മുന്നോട്ട് പോയത്. ലാസ്റ്റ് ഞാൻ പുള്ളിയുടെ കൈക്ക് പിടിച്ച മാതിരി ബലം പിടിച്ച് കൈക്ക് പിടിച്ച് കോടതിയിലേക്ക് ഡിസ്ചാർജ് സമ്മതി നിങ്ങൾ വെക്കെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ തന്നിട്ടില്ലെന്ന് പറഞ്ഞു ഡിസ്ചാർജ് സമ്മതി. കാരണം നമ്മൾ ഹൈക്കോടതി കോടതിയിൽ അഡ്വക്കേറ്റിനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ഡിസ്ചാർജ് സമ്മതി വെക്കാത്ത കാരണമാണ് സാറിനെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ പുള്ളി എന്നിട്ട് അത് കൊടുത്തിട്ടാണ് ഞാൻ കാര്യം തന്നെ പറയുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് ഞാൻ ഡിസ്ചാർജ് സമ്മതി കൊടുത്തിട്ടില്ലെന്നാണ് പറയണം. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ ശരിയാണെന്ന് വെച്ചാൽ, ഞാൻ ഡിസ്ചാർജ് സമ്മതി തന്നില്ലെങ്കിൽ തന്നെ താങ്കൾ മേടിച്ചത് കേസ് ഫയൽ ചെയ്യിക്കേണ്ടതല്ലേ? പക്ഷെ അത് പുള്ളി അതും കള്ളം പറഞ്ഞ് നമ്മളെ ചതിക്കുകയാണ് ചെയ്തത് ഈ ഹൈക്കോടതിയിലെ വക്കീല്. പക്ഷെ നമ്മൾ ബലമായിട്ട് ആ കേസ് പുള്ളിനെ കൊണ്ട് തന്നെ കേസ് ചാർജ് ചെയ്യിപ്പിച്ചിട്ടാണ് ആ കേസ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. കേസ് നിലവിൽ വൈഫിനെതിരെ കേസുണ്ട്, വൈഫിനെതിരെ ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ട്. അതുകൂടാതെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും വൈഫും ഹാജരാകാനായിട്ട് കഴിഞ്ഞ മാസം കേസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഡോക്ടർമാർ രണ്ടുപേരും വന്നിട്ടില്ല, വൈഫും വന്നിട്ടില്ല. കേസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു.
കോടതി കേസ് നിലനിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഭയപ്പെടുത്താനായിട്ട് നോക്കുന്നത്. അത് ഒരു ഒരു രീതിയിലും അത് ശരിയാവുന്ന ഒരു രീതിയല്ല. അത് കോടതി കേസ് നിലനിൽക്കുമ്പോൾ അങ്ങനെ നമ്മളെ ഒരു വിധത്തിൽ അപായപ്പെടുത്താൻ നോക്കുന്നത് ശരിയല്ല. ആ ഒരു നിയമത്തിന് എതിരായിട്ടാണ് ഇവര് കാര്യങ്ങൾ നീക്കുന്നത്. ഡോക്ടർമാർ ഇതിനെല്ലാം കൂട്ടുണ്ട്. ഡോക്ടർമാരെല്ലാം കൂടി ആലോചിച്ചാണ് ഈ ഗുണ്ടകളെയൊക്കെ എല്ലാം ഇറക്കിയേക്കുന്നത്. നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത്. എനിക്ക് ജീവിക്കണ്ടേ ഇനി? അപ്പൊ ഈ ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഒരു കൊലപാതകമാണ് ശരിക്കും ചേർത്തലിലെ ഈ മോഹനം വൈദ്യർക്കും സംഭവിച്ചത്. അത് ഭാവിയിൽ എനിക്കും സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഭയപ്പെടുകയാണത്. എനിക്കും ഭാവിയിൽ സംഭവിക്കാവത്. കാരണം ആരോഗ്യ മേഖലയിൽ അതുപോലെ ഗുണ്ടായുസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗുണ്ടകളെ വെച്ചിട്ടാണ് നമ്മളെ ആരോഗ്യ മേഖലയിലെ ഗുണ്ടകളെ വെച്ചിട്ടാണ് ഇതെല്ലാം ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനുള്ള ന്യായീകരണങ്ങളുണ്ട്. അനുദിനം ഓരോ ദിവസം ചെല്ലുന്തോറും മെഡിക്കൽ നെഗ്ലിജൻസ് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനെല്ലാം ന്യായീകരിക്കാനായിട്ടുള്ള എല്ലാം ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു ഡോക്ടർ കുറ്റം സംബന്ധിച്ചതായിട്ട് ഒരു അന്വേഷണത്തിലും തെളിഞ്ഞിട്ടില്ല. എല്ലാത്തിനും അവർ ന്യായീകരിക്കുകയാണ് ചെയ്യണത്. അല്ലാതെ നമുക്ക് അനുകൂലമായിട്ടൊരു നിലപാട് നിലവിൽ ആരോഗ്യ മേഖലയിൽ നിന്ന് നിലവിൽ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് എന്റെ പ്രായമുള്ളൊരു ഫാദറാണ് എന്റെ കൂട്ടത്തിലുള്ളത്. എനിക്ക് അച്ഛനായിട്ട് മൊഴിയെടുക്കാനായിട്ട് ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടായിരുന്നു ആരോഗ്യ മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ വിളിച്ചിട്ട്. എനിക്ക് ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ എല്ലാ ഉത്തരവാദിത്വം എന്റെ ഭാര്യയും എന്റെ മക്കളും ഈ പറഞ്ഞ ഡോക്ടർമാരും IMA എന്ന സംഘടനയും, അതായത് IMA എന്ന ഫ്രോഡായ സംഘടന. കാരണം അവരാണ് ഇവരെ വിളിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ വരെ വിളിച്ച് ചീത്ത പറയുന്നതാണ്. എന്റെ കേസ് സംബന്ധിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ച് ചീത്ത പറയുന്ന ഇതുപോലൊരു സംഘടനയാണ് IMA. അപ്പൊ ഒരു സാധാരണക്കാർക്ക് ഒരു നീതി നിഷേധിക്കുന്ന നിലപാടാണ് ഈ IMA നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നീതി കിട്ടിയേ പറ്റൂ. എന്ത് സംഭവിച്ചാലും ഇതിന് ഉത്തരവാദിത്വം പറയണം.